ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ നമുക്കിന്നേ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്യാം അല്ലേ? അപ്പോൾ അതിന് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്ത് നല്ലപോലെ തന്നെ കഴുകി വൃത്തിയാക്കി അതിലെ വെള്ളമൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറിയ ടീസ്പൂണിൽ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ സുർക്കയും ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കൈവച്ച് നല്ലപോലെ എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്ക് ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഒരു 1/4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. പിന്നെ ഒരു വലിയ സവാള കൊത്തിയരിഞ്ഞതും 20 ചുമന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, 8 അല്ലി വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്, ഒരു 4 വറ്റൽമുളകും, 3 കരയാമ്പൂവ്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 3 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം പട്ട, 1 ടീസ്പൂൺ മല്ലി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും കുരുമുളകിൻ്റെ അളവൊന്ന് കൂട്ടിയാൽ മതി കേട്ടോ. പിന്നെ ഇതെല്ലാം ഞാനൊരു മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്, അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര പൗഡറായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടില്ല, ഒരു ചെറിയ തരിതരിയോട് കൂടിയിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഒരു പാൻ അടപ്പത്ത് വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും ചതച്ച് വെച്ച ചുമന്നുള്ളിയില്ലേ അതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാടി വരട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ. നമ്മൾ ചിക്കൻ മസാല പുരട്ടി വെച്ചപ്പോൾ അതിലും ഉപ്പിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് വാടി വന്നപ്പോൾ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് എല്ലാം കൂടി. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ചോക്കം ഒരിഞ്ഞൊന്നും വരണ്ട. നമ്മളിപ്പോൾ ഈ ഇട്ട ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒന്നൊരു പച്ചമണം മാറണ വരെ ഒന്ന് വാട്ടിയാൽ മതി നമുക്ക്. അതും നന്നായിട്ട് തന്നെ ഒന്നിങ്ങനെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അരമണിക്കൂറായില്ലേ ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ട് ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു 2 മിനിറ്റോളം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ചിക്കൻ്റെ ആ പിങ്ക് കളറൊക്കെ ഒന്ന് മാറണ വരെ ഞാൻ ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കണില്ല കേട്ടോ. ഈ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും, പിന്നെ നമ്മുടെ സവാളയിലും വെള്ളം ഉണ്ടാകും. അപ്പോൾ നമുക്ക് അതിൽ മതി നമ്മളെ ചിക്കൻ അതിൽ വെന്ത് വരും കേട്ടോ. ഒരു 2 മിനിറ്റൊക്കെ ആയപ്പോൾ ഞാനിതൊന്ന് അടച്ച് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ അടപ്പത്ത് വെച്ചിട്ടുള്ളത്. ഒരു 5 മിനിറ്റൊക്കെ ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. നമ്മളെ ചിക്കനിലെയും സവാളയിലെയും വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചില്ലേ ആ പൊടി, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഈ പൊടി എല്ലാ ഭാഗത്തും എത്താൻ പാകത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട്. ഞാനിതിൽ എടുത്തേക്കണ വറ്റൽമുളക് മറ്റേ കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് വീണ്ടും ഞാൻ അടച്ച് മൂടി വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. 5 മിനിറ്റ് ആയപ്പോൾ വെള്ളമൊക്കെ വറ്റി നമ്മൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാനൊരു 2-3 പ്രാവശ്യം മൂടി തുറന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ തന്നെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ നല്ല പോലെ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. കണ്ടില്ലേ ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ പത്തിരിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ.
അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ തന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.